നമസ്കാരം. BBC ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനടക്കം സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവായത്. ഇത് പ്രകാരം 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി 2,76,00,000 ചിലവിട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയർമാർക്ക് യൂസേഴ്സ് കിറ്റ്, ടോർച്ച്, അംബ്രല, റെയിൻകോട്ട്, ഗംബൂട്ട് എന്നിവ നൽകിയ വകയിൽ 2,98,00,000 രൂപ ചെലവായതായും സർക്കാർ വ്യക്തമാക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ 11 കോടി ചെലവിട്ടതായും സർക്കാർ അറിയിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ കണക്കുകൾ അറിയിച്ചത്. വോളണ്ടിയർമാരെ ദുരന്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി 4 കോടി രൂപ ചെലവഴിച്ചു. സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി ചെലവഴിച്ചുവെന്നും ഇവരുടെ താമസത്തിനായി 15 കോടി ചെലവിട്ടതായും അറിയിക്കുന്നു. ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് 12 കോടി ചെലവായി. ബെയിലി പാലത്തിന്റെ കല്ലുകൾ നിരത്തിയതടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് 1 കോടി രൂപ ചെലവഴിച്ചു. വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി 2,02,00,000 രൂപയും ചെലവിട്ടു. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണ ചെലവ് 8 കോടി രൂപയായി. ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിനായി 7 കോടി ചെലവിട്ടു. ദുരന്തമുണ്ടായ ചൂരൽമലയിൽ വെള്ളം കെട്ടിനിന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി 3 കോടി രൂപ ചെലവഴിച്ചു. ഡ്രോൺ, റഡാർ വാടക 3 കോടിയാണ്. DNA പരിശോധനയ്ക്കായി 3 കോടി ചെലവാക്കി. JCB, ഹിറ്റാച്ചി, ക്രെയിൻസ് തുടങ്ങിയ യന്ത്രങ്ങൾക്കായി 15 കോടിയും എയർലിഫ്റ്റിംഗ്, ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവായതായും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു.